കെ കരുണാകരനെ അട്ടിമറിച്ചതൊക്കെ മറച്ചുവെച്ചാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത്. അക്കാലത്തെ കോൺഗ്രസിന്റെ നേതൃതലത്തിൽ ഉള്ളയാളെന്ന നിലയിൽ വസ്തുതകൾ തനിക്കറിയാം. എല്ലാം ഏറ്റുപറയാൻ ഉമ്മൻചാണ്ടി തയ്യാറാകണമെന്ന് ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെട്ടു. കരുണാകരനെ അട്ടിമറിച്ചതിലും പിന്നീട് ആന്റണി അട്ടിമറിച്ചതിൽ അട്ടിമറി രാഷ്ട്രീയത്തിന്റെ പ്രോക്താവായിട്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി കരുതപ്പെടുന്നത്. അതുകൊണ്ട് ആ കറ ഉമ്മൻചാണ്ടിക്ക് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റില്ല. എന്നെങ്കിലും ഉമ്മൻചാണ്ടി കരുണാകരനോടും ആന്റണിയോടും ചെയ്ത അനീതിയാണ് എന്ന് തുറന്നു പറഞ്ഞ് എന്നെപ്പോലെ മാപ്പ് ചോദിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസിലെ സാഹചര്യം അനുസരിച്ച് VM സുധീരന് പ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രസക്തി ഇല്ലാതെ പോയത് ജാതി രാഷ്ട്രീയമായിട്ടുള്ള ബന്ധമില്ലായ്മ കൊണ്ട് തന്നെയാണ്. സുധീറിന്റെ ജാതിമത സ്വീകാര്യത ഇല്ലായ്മയാണ് അദ്ദേഹത്തിന്റെ ദൗർബല്യം. അതുകൊണ്ട് ഒരു കീ പോസ്റ്റിലേക്ക് നാളെ വരാൻ സുധീറിനെ ആരും പരിഗണിക്കില്ല. ജയസാധ്യതയുള്ള സീറ്റ് ലഭിക്കാത്തതിലാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയത്. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾക്കായി താനിനി ഇല്ലെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. കേരള സമൂഹത്തിൽ എനിക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട്, ആത്മവിശ്വാസമുള്ളതുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയ അധികാര സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഞാൻ ആ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾ ഞാൻ പൂർണ്ണമായി ഉപേക്ഷിച്ചു. അതുകൊണ്ട് ആരുടെയും മുമ്പിൽ ഒരു യാചകനായിട്ട് എനിക്ക് എന്തെങ്കിലും തരണമേ എന്ന് പറഞ്ഞു പോകുന്ന അവസ്ഥ ഇനി ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തുറന്നു പറയാൻ എനിക്ക് അനുമതിയില്ല. മുന്നണി രാഷ്ട്രീയത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും വിശേഷങ്ങൾ മീഡിയ വണുമായി പങ്കുവയ്ക്കുകയായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, തിരുവനന്തപുരം.